പാകിസ്ഥാനിൽ ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. 10 വയസ്സുകാരി ലൈബ സുഹൈൽ എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയെയാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ നിർബന്ധിച്ചതിനു ശേഷം ഇർഫാൻ മസിഹ് എന്ന ഇസ്ലാം മതവിശ്വാസി തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് 35-കാരനായ ഇദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ പെൺകുട്ടിയെ നിർബന്ധിക്കുകയായിരുന്നു. തട്ടിക്കൊണ്ടുപോയ ശേഷം ലൈബയെ അഭയകേന്ദ്രം നടത്തുന്ന ഷഫാഖത്ത് ഷാ എന്നയാൾക്ക് കൈമാറിയെന്ന് വാർത്താമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സ്വമേധയാ ഇസ്ലാം ആശ്ലേഷിച്ചതാണെന്നും ആരും തന്നെ ബലാത്സംഗം ചെയ്യുകയോ നിർബന്ധിച്ച വിവാഹം കഴിക്കുകയോ ചെയ്തിട്ടില്ല, സ്വന്തം ഇഷ്ടപ്രകാരമാണ് ദാരുൽ അമാനിലേക്ക് പോയത് എന്ന് ലൈബയെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണെന്നാണ് നിഗമനം. 35-കാരനായ പുരുഷനുമായുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് ലൈബയുടെ കുടുംബം വെളിപ്പെടുത്തുന്നു. 2013 ഒക്ടോബർ 15-നാണ് പെൺകുട്ടി ജനിച്ചതെന്ന് നാഷണൽ ഡാറ്റാബേസ് ആൻഡ് രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ രേഖകൾ കാണിക്കുന്നുണ്ട്. എങ്കിലും ഔദ്യോഗിക രേഖകളൊന്നും ലഭ്യമല്ലാത്ത സർട്ടിഫിക്കറ്റിൽ വ്യാജമായി ക്രമക്കേട് വരുത്തി ലൈബയ്ക്ക് 17 വയസ്സ് പ്രായമുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ. തെളിവുകൾ ലഭ്യമാണെങ്കിലും മകൾ ഇസ്ലാം മതം സ്വീകരിച്ചതായി കരുതപ്പെടുന്നതിനാൽ മടങ്ങിവരുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് കേസ് അന്വേഷിക്കുന്ന പോലീസ് ബാബർ സന്ധു പെൺകുട്ടിയുടെ പിതാവിനോട് പറഞ്ഞു. ഫൈസലാബാദിൽ പ്രവർത്തകർ നടത്തിയ സമാധാനപരമായ പ്രതിഷേധത്തിന് ശേഷം ഇർഫാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ ലൈബ ഇപ്പോഴും ഷെൽട്ടർ ഹോമിൽ തന്നെ തുടരുകയാണ്.